ലഹരി പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോ കൃത്യം 10 മണിക്ക്, അതായത് പോലീസ് ആവശ്യപ്പെട്ടതിനും അരമണിക്കൂർ മുൻപേ ഹാജരായിട്ടുണ്ട്. കൃത്യനിഷ്ഠ എന്തായാലും ഇക്കാര്യത്തിൽ പാലിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂറിലധികമായി അന്വേഷണ സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു എന്തിനാണ് ഓടി രക്ഷപ്പെട്ടതെന്ന്. പക്ഷേ ഒരു തരത്തിലുള്ള മറുപടിയും ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. കൃത്യമായ ചോദ്യാവലികളുമായിട്ടാണ് ഇപ്പോൾ പോലീസ് സംഘം ഷൈൻ ടോം ചാക്കോയെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും എന്തിനാണ് ഹോട്ടലിൽ നിന്നും ചാടി ഓടി രക്ഷപ്പെട്ടത് എന്നുള്ളതിന് ഉത്തരം നൽകേണ്ടി വരും എന്നുള്ളതാണ്. മറ്റ് ഒരു തരത്തിലും ഒരു പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പല വെല്ലുവിളികൾ നിലനിൽക്കുന്ന ഒരു കേസാണ്. ഷൈനെ സംബന്ധിച്ചിടത്തോളം ഷൈൻ ഒരു പ്രതിയല്ല നിലവിൽ. പക്ഷേ ചോദ്യങ്ങളോട് ഷൈൻ സഹകരിക്കുമോ, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. രാഗിൻ ഒപ്പം ശ്യാം പ്രസാദ് ഉത്തമൻ കൂടി ചേരുന്നുണ്ട്. രാഗിൻ, ഇപ്പോൾ ഏകദേശം സമയം പിന്നിട്ട് 1 മണിക്കൂർ പിന്നിടുന്ന ഒരു ഘട്ടമാണ്. ചോദ്യം ചെയ്യലിലേക്ക് കൃത്യമായി കടന്നു എന്ന വിവരങ്ങൾ ലഭ്യമാണോ, സഹകരിക്കുന്നോ എന്നടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമുണ്ട്. പോലീസിനെ സംബന്ധിച്ചോളം വെല്ലുവിളികൾ നിറഞ്ഞ നമുക്കറിയാവുന്ന ഒരു സന്ദർഭമാണ്, അസാധാരണമായ ഒരു സാഹചര്യമാണ്. എന്താണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ? ചോദ്യം ചെയ്യൽ ആരംഭിച്ചു, അതിന്റെ നിർണായക ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നേരത്തെ താരത്തോട് ഇക്കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന്റെ ചില ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരികയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം പോലീസിന് അറിയേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്തുകൊണ്ട് അവിടെ നിന്ന് ഓടി, മാത്രമല്ല ഭയപ്പെട്ടാണ് ഓടിയെങ്കിൽ അതിനുശേഷം നടത്തിയ തുടർ നീക്കങ്ങൾ അതേറെ സംശയകരമാണ്. പിന്നീട് എവിടേക്കാണ് പോയത്, ആരാണ് ഈ ഷൈൻ ടോം ചാക്കോയെ ബൈക്കിൽ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്, പുലർച്ചെയാണ് മുറിയെടുത്തത് കൊച്ചി വേദാന്ത ഹോട്ടലിൽ, അതിനുശേഷം ആരൊക്കെ കാണാമെന്നു എന്ന് തുടങ്ങി കുറേ കാര്യങ്ങൾ ചോദിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. ഷൈൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക എന്നത് കാര്യം കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. എന്തായാലും അത് ഇതിനുശേഷം മാത്രമേ പോലീസ് സംഘം വ്യക്തമാക്കുകയുള്ളൂ. ഷൈൻ സഹകരിച്ചോ അതല്ലെങ്കിൽ സഹകരിച്ചില്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. എന്തായാലും സാധാരണഗതിയിൽ മാധ്യമങ്ങളോട് തട്ടിക്കയറാറുള്ള അല്ലെങ്കിൽ എക്സെൻട്രിക്കായി ഓക്വേർഡായി പെരുമാറാറുള്ള ഈ ഷൈൻ ടോം ചാക്കോ ഇന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ കയറിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഷൈൻ ടോം ചാക്കോയ്ക്ക് കുറേ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. കാരണം ഇത് നേരത്തെ ഈ ഒളിവിൽ പോയ ഘട്ടത്തിലും സമൂഹ മാധ്യമങ്ങളിൽ ചില പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ നിയമവഴിയിലൂടെ തന്നെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്ന കാര്യവും കൂടി ഷൈന് മുന്നിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. നേരത്തെ ഞാനിപ്പോൾ ഓർക്കുമ്പോൾ പറയുകയാണ്, അതായത് ഈ ഷൈൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു 10 വർഷമായി കേസ് നടത്തി പരിചയമുണ്ട്, കൊലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ട എന്നതടക്കമുള്ള കാര്യങ്ങളും ചില കാര്യങ്ങളൊക്കെയായി പറഞ്ഞിരുന്നു. പക്ഷേ സ്വയം വിമർശനപരമായി അവരും ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം ഈ കൊക്കൈൻ കേസ് നടക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവിടെ ഈ കോടതിയിൽ വിചാരണ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഷൈൻ്റെ അച്ഛനും അമ്മയും കോടതിയിലെത്തും. ഷൈൻ്റെ അച്ഛനും, അന്ന് ഷൈൻ ഇത്ര വലിയ നടനൊന്നുമല്ല, അച്ഛനും അമ്മയും കോടതിയിലെത്തി പ്രാർത്ഥനയും കണ്ണീരുമായി കോടതി മുറിക്ക് പുറത്ത് വരാന്തയിൽ കാത്തു നിൽക്കുന്ന അച്ഛനെയും അമ്മയും ഓർമ്മയുണ്ട്. ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട് ആ കേസ് വിചാരണ നടക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ. മകനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളിൽ കൂടെ അഭിനയിച്ച ഒരു താരം ഉന്നയിക്കുന്നു, എന്തിനാണ് ലഹരി പരിശോധനയ്ക്കിടെ ഓടി ഒളിച്ചതെന്ന് സമൂഹം മൊത്തം ചോദിക്കുന്നു. അപ്പോൾ അന്ന് രാഗിൻ കണ്ട രക്ഷിതാക്കളല്ല ഇന്നുള്ളത്. മാത്രമല്ല നമ്മൾ ചില കേസുകളിൽ നോക്കണം, ഇന്നിപ്പോൾ നമ്മൾ ലഹരിക്കെതിരെ പറയുന്ന സമയത്ത് എത്രയോ മാതാപിതാക്കൾ സ്വന്തം മക്കളെ, കാരണം ലഹരിക്ക് അടിമയായിട്ടുള്ള മക്കളെ പോലീസിന് മുൻപിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വിവരങ്ങൾ പോലീസിന് നൽകുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭാവി, സമൂഹത്തിന്റെ ഭാവി എല്ലാം നോക്കുന്നവരാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. 10 വർഷം കഞ്ചാവ് കേസ് നടത്തി പരിചയമുണ്ടല്ലോ ഞങ്ങൾക്ക്, അങ്ങനെ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ നോക്കേണ്ട എന്ന് അച്ഛൻ പറയുന്നു. ആ റൂമിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുത്തോ നിങ്ങളെന്ന് അമ്മ ചോദിക്കുന്നു. അപ്പൊ ആ രീതിയിലേക്ക് രാഗിൻ അന്ന് കണ്ട അവരല്ല ഇന്ന് ഉള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അതായത് തീർച്ചയായും, അതായത് അന്ന് ഈ കൊക്കൈൻ കേസ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഷൈൻ ഇത്ര വലിയ നടനല്ല. ഷൈനെ പിടിക്കുന്നു, ഷൈനെ പിടികൂടിയ ശേഷം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു. അതിൻ്റെ വിചാരണ നടക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുടെ എറണാകുളം കോടതിയിലാണ്. അവിടെ ഈ ഷൈനെ കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ഈ അമ്മയും അച്ഛനും, പ്രത്യേകിച്ച് അമ്മയാണ്, അമ്മ ഈ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ പ്രാർത്ഥന ചൊല്ലുകയാണ്. പുറത്തിരുന്ന് മകൻ ഇതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ തന്നെ പോകുന്ന ഘട്ടത്തിൽ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണീരും ഒക്കെയായി തന്നെ അവർ നിൽക്കുന്ന കാഴ്ചയുണ്ട്. അങ്ങനെ ആ കേസ് നടത്തിയ ശേഷം കുറ്റവിമുക്തനാക്കപ്പെടുമ്പോഴും ഞാനന്ന് കോടതിയിൽ പോയിരുന്നു. അന്ന് കോടതിയിൽ പോയപ്പോൾ ഷൈൻ്റെ അച്ഛനാണ്, CP ചാക്കോയാണ് അന്ന് ഉണ്ടായത്. അതിനുശേഷം ഈ പുറത്തിറങ്ങിയ ഘട്ടത്തിൽ ഷൈൻ കുറ്റവിമുക്തനാകുന്ന ഘട്ടത്തിലും നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുത്തിരുന്നതാണ്. അപ്പോൾ വലിയൊരു ആശ്വാസം എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണവും വന്നിരുന്നത്. അങ്ങനെ ഏറെ തീരുന്നു എന്നത് തീർച്ചയാണ്. അങ്ങനെ തീരുന്നതൊക്കെ ശേഷമാണ് ഈ 10 വർഷത്തെ കഥ പറയുമ്പോൾ അവരും ഓർക്കേണ്ടതായിട്ടുള്ളത്. അങ്ങനെ ആ കേസിൽ നിന്ന് കുറ്റവിമുക്തനായി. നമ്മളറിയാം, ജീവിതത്തിൽ എപ്പോഴും എല്ലാ ചാൻസുകളും കിട്ടില്ല. ഇത് ആ ഒരു വലിയ നിർണായക ഘട്ടമായിരുന്നു ആ 10 വർഷം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ്
കഴിഞ്ഞ ശേഷവും പിന്നീട് ഈ കാര്യങ്ങൾക്ക് ശേഷം ഷൈനെതിരെ ആരോപണം വന്നു. അത് ഈ കേസല്ല, അതിനു മുമ്പ് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷൈനെതിരെ ആരോപണം ഉയർന്നു വന്നിരുന്നു. അതിൽ അന്ന് പിടിയിലായിട്ടുള്ള തസ്ലീമ ഉൾപ്പെടെയുള്ളവർ ഈ താരങ്ങളുടെ പേരടക്കം പറഞ്ഞു എന്നതായിരുന്നു പുറത്തുവന്ന വിവരങ്ങൾ.